ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബർഗർ ഐറ്റമാണ്. പനീർ ചീസ് ബർഗറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ബർഗറാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വേർഷൻ ബർഗറാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബർഗറാണ്. അപ്പോൾ ആദ്യം ബർഗറിന് ഫില്ലിംഗ് ചെയ്യാനായിട്ട് നമ്മളൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അതൊന്ന് സോർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കമാണ്. ഇതൊരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റായി ഏകദേശം ഒന്ന് സോർട്ടായി. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റുവാണ്. അതിനുശേഷം മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തക്കാളിയാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നന്നായി പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. സോർട്ട് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയാണ് അടുത്തതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കുവാണ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് പനീറാണ്. പനീർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അമൂലിൻ്റെ 200 ഗ്രാം പനീറിൽ ഇതിപ്പോൾ ഒരു 100 ഗ്രാമൊക്കെ ഉള്ളൂ. പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് പാക്കറ്റിൽ നിന്ന് അതേപടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പനീർ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്നത് പൊടിക്കുവാണ് പനീറൊക്കെ. എന്നാലും നമ്മൾ ബർഗറിൻ്റെ ഫില്ലിങ്ങിന് പാകമായിട്ട് വരുള്ളൂ. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കയ്യിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഞാൻ എടുത്തത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടാനായിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തത്. വെള്ളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പനീറൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ബർഗറിൻ്റെ ഫില്ലിങ്ങിന് പാകമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ കുറച്ച് കെച്ചപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ടൊമാറ്റോ സോസോ കെച്ചപ്പോ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഫില്ലിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെക്കുന്നത്. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ബർഗർ ആയതുകൊണ്ടാണ് നമ്മൾ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത പനീർ ഉണ്ടാക്കിയത്. നമുക്ക് കുറച്ചൊക്കെ ഒരു സ്പൈസി ആണല്ലോ ഇഷ്ടം. അതിനുശേഷം റോ ആയിട്ടുള്ള ഒണിയനും ഒരു കുക്കുംബറും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീസ് സ്ലൈസും കൂടി നമ്മളിതിന് മുകളിൽ പ്ലേസ് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബണ്ണിൻ്റെ പകുതി വെച്ചിട്ട് നമ്മളിത് അടയ്ക്കും. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന് മുകളിലൊന്ന് തൂവിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും പച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് കുത്തിയിട്ട് ഒന്നുകൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സെയിം പാനിൽ വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബർഗറാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.